ഹലോ ഗൈസ്, വെൽക്കം ടു മെഡ് ഡെയിലി. എൻ്റെ പേര് ആദിത്യ വിജയ്. കുറേ നാളെ കണ്ടിട്ട് കാരണം ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് സംസാരിക്കാനുള്ളത് ഇൻഫോം കൺസെന്റ്. ഇൻഫോം കൺസെന്റ് കുറിച്ച് നമ്മൾ ആദ്യം ഞാൻ പറയുന്നതായിരിക്കും. അതിനുശേഷം വി വിൽ ആസ്ക് അതർ പീപ്പിൾ അബൌട്ട് വാട്ട് ഡു ദേ നോ അബൌട്ട് ഇൻഫോം കൺസെന്റ്. ഇൻഫോം കൺസെന്റിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഫോം കൺസെന്റ് എന്ന് വെച്ചാൽ ഒരു കൺസെന്റ് ഫോമാണ്. നമ്മൾ ആസ് എ ഡോക്ടർ ഏത് പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ലൈക്ക് ദ കോംപ്ലിക്കേഷൻസ്, ദ ബെനിഫിറ്റ്സ്, ദ റിസ്ക് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സർജറി. എന്നിട്ട് നമ്മൾ ഈ ഫോം അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്നല്ല, ഇറ്റ്സ് എ വോളണ്ടറി പ്രോസസ്. We must educate the patient, and only after educating the patient, only then we can have the consent form. ഇൻഫോം കൺസെന്റ് വോളണ്ടറി എടുക്കുന്ന കൺസെന്റ്. പേഷ്യന്റെ കൺസെന്റ് ഇല്ലാതെ പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ the patient can file a case against the doctor, and there are two types of cases. One is a tort case and one is a criminal case. The patient, after filing the case, ഡോക്ടറിനാണെങ്കിൽ ഇംപ്രസ്മെന്റ് വേണമെങ്കിൽ തരാം, ഫൈനും വേണമെങ്കിൽ അടയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് ക്യാമ്പ് ഫുൾ ആക്കുന്നത് ഇൻഫോം കൺസെന്റ് കുറിച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പം നമ്മളിവിടെ ഇൻഫോം കൺസെന്റ് കുറിച്ച് നമ്മൾ ചോദിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേരെന്താണ്? ശ്രീഹർഷ്. ഏത് ഇയറാണ് നിങ്ങൾ? ഫസ്റ്റ് ഇയർ. അപ്പോൾ ഇൻഫോം കൺസെന്റ് കുറിച്ച് നമുക്ക് എന്തോ അറിയാം? ബേസിക് ആയുള്ള കാര്യം പറഞ്ഞു. കൺസെന്റ് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, സർജറിക്കായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഹോസ്പിറ്റൽ അവിടെ എല്ലാ ആൾക്കാർ, നേഴ്സ് ഡോക്യുമെൻ്റ് തരും. അവരുടെ റെസ്പോൺസിബിലിറ്റി ഡീറ്റെയിൽസ് എല്ലാം ആയിട്ടൊരു ഡോക്യുമെന്റ് സൈൻ ബൈസ്റ്റാൻഡേഴ്സ് സൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള അവർക്ക് സർജറിക്ക് സമ്മതമാണെന്നുള്ള രീതിയിൽ പേരെന്താ? ആദിത്യം. ഏത് ബാച്ചാ? ക്ലിനിക്കൽ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോം കൺസൾട്ടൻറ്റ് എന്താ പറയുക? ലൈക്ക് ഏകദേശം ബേസിക് ഒരു കാര്യം. ബേസിക്കായിട്ട് ഏതൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ കണ്ടീഷൻ ആയാലും നമ്മുടെ സർജറി പോലെ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു പാരൻ്റോ നമ്മൾ ടേക്ക് ചെയ്യുന്ന ആളായ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെങ്കിലും കോൺസിക്വൻസ് അതിന് ശേഷം വന്നു പറഞ്ഞു അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നോട്ടാണ്. ഞാൻ എനിക്ക് ബേസിക്കായിട്ട് അതിനൊരു ഇൻഫോം കൺസെന്റിനെ കുറിച്ച് ഫോറൻസിക് പഠിച്ച് കാണുമായിരിക്കുമല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പം ഏതെങ്കിലുമൊക്കെ പ്രൊസീജിയറിനൊക്കെ മുമ്പ് ഡോക്ടേഴ്സ് എന്താ പ്രൊസീജിയറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെയും കൂടെ സമ്മതത്തോടു കൂടി ആ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ റിട്ടേൺ ഡോക്യുമെന്റ് എഴുതി മേടിക്കും. അതാണ് ഇൻഫോംഡ് കൺസെന്റ്. ഇൻഫോം കൺസെന്റിനെ കുറിച്ച് അറിയാവോ? ഒരു സർജിക്കൽ പ്രൊസീജിയറിന് മുമ്പ് ഡോക്ടർ എന്തൊക്കെയാ മിനിമം റിക്വയർമെന്റ്സ് പേഷ്യനോട് പറയേണ്ടത്? പ്രൊസീജിയറിനെ കുറിച്ച് പറയണം, ബെനിഫിറ്റ്സും അതിൻ്റെ റിസ്ക്കും പറയണം, പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ച് പറയണം, പ്രോബ്ലംസ് എങ്ങനെയാണ് പറയണം, സക്സസ് റേറ്റും ഫെയിലിയർ റേറ്റും പറയാം. പിന്നെ എൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ പേഷ്യന്റ് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ. ഇൻഫോം കൺസെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഇൻഫോം കൺസെന്റിന് സ്വന്തമായിട്ട് കൊടുക്കാൻ പ്രായപരിധി ഉണ്ടോ? ഉണ്ട്. പ്രായപരിധിയുണ്ട്. 18 വയസ്സെങ്കിലും മിനിമമായ നമുക്ക് ഇൻഫോംഡ് കൺസെന്റ് വേണം. പിന്നെ അത് മാത്രമല്ല, 18 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ കൂടെ വന്ന അച്ഛനോ അമ്മയ്ക്കോ അവരടുത്ത് വേണം നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് പറയാം. ഇൻഫോം കൺസെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഇൻഫോം കൺസെന്റ് എല്ലാ സിറ്റുവേഷൻസും നിർബന്ധമാണ്? ഇൻഫോംഡ് കൺസെന്റ് എല്ലാ സിറ്റുവേഷനിലും നോർമലി റിക്വയർഡ് ആണ്. ഒരു ഡോക്ടർ ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ എടുക്കുമ്പോഴേക്കാണ്, ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴേക്കാണ് നമ്മൾ ഈ കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ, ദ പേഷ്യന്റ് ഇസ് അൺകോൺഷ്യസ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ലോക്കൽ ഗാർഡിയൻ അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മളൊരു പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ലോക്കൽ ഗാർഡിയൻ പോസ്റ്റ് കൊടുത്തിട്ട് അതുവഴി എടുക്കാൻ പറ്റും. എമർജൻസി സർജറിക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് ഇൻഫോംഡ് കൺസെന്റ് വേണമെന്ന് നിർബന്ധമില്ല. അണ്ടർ ലോ വി ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മുടെ ചെറിയ വ്ളോഗിലൂടെ ഇൻഫോം കൺസെന്റ് മനസ്സിലാക്കാണ്. പല ഫോറിൻ രാജ്യത്താണെങ്കിലും പേഷ്യൻ്റെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്ത് പല പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുണ്ട്.
ഇൻഫോം കൺസെന്റ് വാല്യൂ നമ്മുടെ ചെറിയ വ്ളോഗിൽ കൂടെ നമ്മൾ പറഞ്ഞു കാണിച്ചു. അപ്പോൾ ഫർദർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം ആർ ടി വിജയ്, ക്യാമറമാൻ അഫീസ് റഹ്മാൻ, സൈനിങ് ഔട്ട് ഫ്രം ഇന്ത്യ.